ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് മടിയാണ്. പക്ഷേ വല്ല ഗർഭക്കേസോ അവിഹിത കേസോ ഒക്കെയാണെങ്കിൽ മലയാള മാധ്യമങ്ങൾ പൊളിക്കും. കാരണം വൈകൃതം പിടിച്ച മാനസികാവസ്ഥയുള്ള മലയാളികളിൽ കൂടുതൽ പേർക്കും താല്പര്യം ഇത്തരം ഇക്കിളി കഥകളാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞതിന് കാരണം മലയാളികൾ അറിയേണ്ട ഒരു വിഷയത്തെ അവർ സമർത്ഥമായി കണ്ടില്ലെന്നു നടിച്ചതുകൊണ്ടാണ്. കേരള കൗമുദി മാത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദേശീയ മാധ്യമങ്ങൾ പോലും പ്രാധാന്യത്തോടെ നൽകിയ വാർത്തയാണ് മലയാള മാധ്യമങ്ങൾ മുക്കിയത് എന്നുകൂടി അറിയണം. HRDS ഇന്ത്യ ആദിവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആവശ്യമായ മുഴുവൻ വീടുകളും നിർമ്മിച്ചു നൽകാമെന്ന പദ്ധതി രേഖ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രേഖാമൂലം സമർപ്പിച്ച സംഘടന കൂടിയാണ് HRDS ഇന്ത്യ. ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സമർപ്പിച്ചാൽ മണിക്കൂറുകൾക്കകം അത് പ്രയോജനമുള്ളതാണെങ്കിൽ അനുകൂല നടപടിയുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിൽ വീട് നഷ്ടപ്പെട്ട കശ്മീരിലെ ജനങ്ങൾക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള ആശയം HRDS ഇന്ത്യ ആദ്യമായി മുന്നോട്ട് വെച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മുന്നിലാണ്. മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം അനുകൂല നടപടി സ്വീകരിച്ചു. HRDS ഇന്ത്യ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി കൂടിക്കാഴ്ച നടത്തി. ഇക്കഴിഞ്ഞ ആഴ്ച ജമ്മു കാശ്മീർ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ സാന്നിധ്യത്തിൽ സർക്കാരിന് വേണ്ടി ജമ്മു ഡിവിഷണൽ കമ്മീഷണർ രമേഷ് കുമാർ, കാശ്മീർ അഡീഷണൽ കമ്മീഷണർ ആൻഷുൽ ഗാർഗ് എന്നിവർ HRDS ഇന്ത്യ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. 1500 വീടുകളാണ് നിർമ്മിക്കുന്നത്. തീവ്രവാദി ആക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല, വെള്ളപ്പൊക്കത്തിലും മറ്റു പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ വീട് നഷ്ടപ്പെട്ടവർക്കും ഈ പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകും. 1 മാസത്തിനുള്ളിൽ ആരംഭിക്കുന്ന നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇതിനായി 150 കോടി രൂപയാണ് HRDS ഇന്ത്യ വിനിയോഗിക്കുന്നത്. ലോകത്താദ്യമായാണ് യുദ്ധത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പകരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് HRDS ഇന്ത്യയോട് സുപ്രധാനമായ ഈ ദൗത്യം നിറവേറ്റണമെന്ന് ആവശ്യപ്പെട്ടതെന്നും അജി കൃഷ്ണൻ പറഞ്ഞു. 702 ചതുരശ്ര അടിയിൽ 2 നിലകളിലായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. 3 കിടക്കമുറികളുള്ള സ്മാർട്ട് വീടുകളാണിവ. BSNLന്റെ സഹകരണത്തോടെ സൗജന്യമായി ഇന്റർനെറ്റും ഈ വീടുകളിൽ നൽകും. 30 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഈ വീടുകളിലെ കുടുംബാംഗങ്ങൾക്ക് 15 വർഷത്തേക്ക് സൗജന്യ ഇൻഷുറൻസും നൽകും. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന പൊതുഖജനാവിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ 10 പൈസ പോലും ചിലവാകാതെയുള്ള പദ്ധതി രേഖയാണ് അന്ന് HRDS ഇന്ത്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചത്. മറുപടിയായി നന്ദി എന്നതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഫലം വയനാട്ടിലെ ദുരിതബാധിതർ ഇന്നും ദുരിതത്തിലാണ് എന്നുള്ളതാണ്. HRDS ഇന്ത്യക്ക് അനുമതി നൽകിയിരുന്നെങ്കിൽ ഊരാളുങ്കലിന് കരാർ നൽകാൻ കഴിയുമായിരുന്നില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ്.